നമസ്കാരം. KPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും 1857 വിപ്ലവത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണത്തിലേക്ക് സ്വാഗതം. പുസ്തകങ്ങളിലെ ഉണങ്ങിയ വസ്തുതകൾ വെറുതെ കാണാപ്പാഠം പഠിക്കുന്നതിനു പകരം അതിനെ എക്കാലത്തും മനസ്സിൽ നിൽക്കുന്ന കിടിലനൊരു കഥയാക്കി മാറ്റിയാലോ? അതെ, അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഒട്ടും വൈകാതെ നേരെ വിഷയത്തിലേക്ക് കടക്കാമല്ലേ? ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. വിവേചനത്തിനെതിരെയുള്ള ഒരൊറ്റ പ്രതിഷേധം എങ്ങനെയാണ് അതിശക്തമായൊരു ചരിത്ര സാമ്രാജ്യത്തിന്റെ പതനത്തിലേക്ക് തന്നെ നയിച്ചത്? കേൾക്കുമ്പോൾ അതിശയം തോന്നാം. ആരും അധികം ശ്രദ്ധിക്കാത്ത വളരെ ചെറിയൊരു തീപ്പൊരി, അതായത് കേവലം കുറച്ച് സൈനികരുടെ അസംതൃപ്തിയിൽ തുടങ്ങി അതൊരു വലിയ കാട്ടുതീയായി മാറിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിലാദ്യം നമ്മൾ നോക്കുന്നത് 1857 വിപ്ലവത്തിന്റെ പേരുകളാണ്. ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താന്ന് വെച്ചാൽ, ഒരേ സംഭവത്തെ രണ്ടു കൂട്ടർ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് നോക്കിക്കാണുന്നത്. നോക്കൂ, ഇന്ത്യക്കാർ ഇതിനെ വളരെ അഭിമാനത്തോടെ 1857 വിപ്ലവം എന്നും ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നും വിളിക്കുന്നു. ശരിയല്ലേ? എന്നാൽ മറുവശത്ത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇതിനെ വെറും ഒരു ശിപായി ലഹള എന്നു മാത്രമാണ് വിളിച്ചത്. ചരിത്രം ആര് പറയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു സംഭവത്തിന്റെ പേരും അതിന്റെ പ്രാധാന്യവുമെന്ന് ഇത് കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോ ആരാണ് ഈ ശിപായികൾ? പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്കാണിത്. അക്കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇന്ത്യക്കാരെയാണ് ശിപായികൾ എന്ന് വിളിച്ചിരുന്നത്. ഈ വിപ്ലവത്തിന്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രധാന കഥാപാത്രങ്ങളും ഈ പറയുന്ന നമ്മുടെ ശിപായിമാര് തന്നെയാണ് കേട്ടോ. ഇനി പറയാൻ പോകുന്ന കണക്ക് കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ ശരിക്കും ഞെട്ടും. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എത്രയായിരുന്നു എന്നറിയാമോ? 6:1. അതായത് ഓരോ ഒറ്റ ബ്രിട്ടീഷ് സൈനികരും 6 ഇന്ത്യൻ സൈനികർ എന്ന കണക്കിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. സൈനികരുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർക്ക് എത്രമാത്രം വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നു എന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു വലിയ ആൾബലമാണ് വിപ്ലവത്തിനു ശരിക്കും കരുത്തു പകർന്നത്. അടുത്തതായി ബാരക്പൂരിലെ തീപ്പോരിലി. പശ്ചിമ ബംഗാളിലെ ബാരക്പൂർ. പരീക്ഷാ ഹാളിൽ നിങ്ങൾ ചെല്ലതും മറക്കാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത്. എന്തുകൊണ്ടാണെന്നോ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ തീപ്പൊരി വീണത് ഈ മണ്ണിലാണ്. അതെ, 1857 വിപ്ലവത്തിലെ ആദ്യത്തെ വെടിവയ്പ് നടന്നത് ഇതേ ബാരക്പൂരിൽ വെച്ചാണ്. അവിടെ നടന്ന സംഭവങ്ങൾ വളരെ നാടകീയമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ മോശം പെരുമാറ്റത്തിലും വിവേചനത്തിലും വലിയൊരു പ്രതിഷേധം സൈനികർക്കിടയിൽ അന്ന് പുകയുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം മംഗൾ പാണ്ഡെ എന്ന സൈനികൻ തന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ചു. ഉടൻ തന്നെ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അധികം വൈകാതെ തന്നെ അവർ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് നടന്ന ഈ തുടർച്ചയായ സംഭവങ്ങളാണ് പിന്നീട് വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന് വഴിയൊരുക്കിയത്. ഇനി മെയ് 10 സംഭവങ്ങൾ ശരിക്കും കാട്ടുതീ പോലെയാണ് പടർന്നത്. KPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട മറ്റൊരു പ്രധാന തീയതിയാണിത്. 1857 മെയ് 10. ഈ ദിവസമാണ് മീററ്റിലെ പട്ടാള താവളത്തിൽ വെച്ച് ശിപായികൾ ഔദ്യോഗികമായി കലാപം ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യസമരം ആരംഭിച്ച നിർണായക തീയതിയായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ദിവസമാണ്. മീററ്റിൽ പിന്നീട് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് മുന്നോട്ടു പോയത്. ശരിക്കും ഒരു കാട്ടുതീ പടരുന്നതുപോലെ. ആദ്യം അവർ ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാല പിടിച്ചെടുത്തു. അവിടെ നിന്ന് അവർക്കാവശ്യമായ ആയുധങ്ങൾ മുഴുവൻ എടുത്തു. അധികം വൈകാതെ തന്നെ മീററ്റ് കാന്റോൺമെന്റിലെ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ നേരിട്ട് കലാപത്തിനിറങ്ങി. ഒട്ടും പ്രതീക്ഷിക്കാത്തത്ര വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു അത്. അവസാനമായി നമ്മൾ നോക്കുന്നത് ഒരു സാമ്രാജ്യത്തിന്റെ അന്ത്യമാണ്. ഈ ഒരു വിപ്ലവം ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ അപ്പാടെ തിരുത്തിക്കുറിച്ചു എന്നു വേണം പറയാൻ. കാരണം ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായത് ഈ 1857 വിപ്ലവമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചിരുന്ന അതിശക്തമായിരുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അന്ത്യം കുറിക്കാൻ ഈ ഒരൊറ്റ സംഭവത്തിന് കഴിഞ്ഞു. പരീക്ഷാ അടിസ്ഥാനത്തിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഏറ്റവും വലിയ ചരിത്രസത്യം ഇതാണ്. നമ്മൾ ഈ വിശദീകരണം അവസാനിപ്പിക്കുന്നതിനു മുൻപ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വിവേചനത്തിനെതിരെയുള്ള ഒരു സാധാരണ സൈനികന്റെ ചെറിയൊരു പ്രതിഷേധം എങ്ങനെയാണ് ഇത്രയും വലിയൊരു സാമ്രാജ്യത്തെ തന്നെ താഴെയിറക്കിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത്? ഒരു ചെറിയ തീപ്പൊരി എങ്ങനെയാണ് ഒരു മഹാകാട്ടുതീയായി മാറിയതെന്നും ഈ സംഭവങ്ങൾ എങ്ങനെയാണ് പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്നും നമ്മളിപ്പോൾ കണ്ടു, അല്ലേ? ഈ വിവരങ്ങളെല്ലാം ഇങ്ങനെ ഒരു കഥ പോലെ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ
പരീക്ഷയിൽ ഏത് രീതിയിൽ ചോദ്യം വന്നാലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉത്തരം നൽകാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്കൊരു പ്രചോദനമാകട്ടെ. അപ്പോൾ ഈ വിശദീകരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എപ്പോഴും നന്നായി പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ.